സിദറത്തുൽ മുൻതഹ എന്ന ഈ 5 വയസ്സുകാരിയുടെ പിതാവ് ഷംസു കുറേ കാലം ഗൾഫിലായിരുന്നു. കോവിഡൊക്കെ വന്നപ്പോൾ അദ്ദേഹം നാട്ടിലേക്ക് വന്ന് ഈ മുണ്ടക്കയിൽ റിസോർട്ടൊക്കെ നടത്തി ജീവിക്കുകയായിരുന്നു. പ്രളയത്തിൽ പക്ഷേ അതെല്ലാം നഷ്ടപ്പെട്ടു. അവരുടെ ബന്ധു സാബിക്ക് ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട്. സാബിക്ക് എന്താണ് സംഭവിച്ചത്? രാത്രി 1 മണിക്ക് 1:30 ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. കുഞ്ഞിനെ താഴ്ന്ന മണ്ണിൻ്റെ ഇടയിൽ നിന്നാണ് കിട്ടിയതെന്ന് പറഞ്ഞിട്ടുള്ളൂ. മുണ്ടക്കായാണോ ചുരൽമലയാണെന്ന് അറിയില്ല. മണ്ണിൻ്റെ നിന്നാണ് കിട്ടിയ കുട്ടീനെ റെസ്ക്യൂ ചെയ്തതിന് ശേഷം ചെവിയിൽ മഡ് ഉണ്ടായിരുന്നു. അത് ക്ലീൻ ചെയ്തിട്ടും കൈയും ഒക്കെ ഒന്ന് ഫിസിക്കൊക്കെ നോക്കിയിട്ടാണ് ഡോക്ടേഴ്സ് ക്യാമ്പിൽ നിന്ന് സെൻറ്റ് ജോസഫ് മേപ്പാടി UP സ്കൂളിൽ നിന്ന് വിട്ടത്. മറ്റു കുടുംബാംഗങ്ങൾ എത്ര പേരെ നഷ്ടമായി? കുടുംബാംഗങ്ങൾ ഒന്ന് ഇപ്പോൾ ഈ കുട്ടീൻ്റെ ഉപ്പ നമുക്ക് ഇന്നലെ ഇവിടെ കബറടക്കം നടത്തി. അവരുടെ ഏട്ടൻ്റെ മകളെയും ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ മകൾ ഇപ്പോൾ നമുക്ക് കിട്ടിയ കുട്ടിയുടെ നേരെ ജ്യേഷ്ഠത്തി ഷംഹ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി, അവളെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ഐഡൻറ്റിഫൈ ചെയ്ത്. അവരുടെ ഏട്ടൻ്റെ മകളൊരു കുട്ടി ഇവിടെ കൊണ്ടുവന്ന് മറവ് ചെയ്യുകയാണ് ചെയ്തത് പള്ളിയിൽ. 2 കുടുംബമാണ് അവിടെ മെയിനായിട്ട് ഉണ്ടായിരുന്നത്. ഒന്ന് ഷംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ കുട്ടിയുടെ ഉപ്പയും ഉപ്പാൻ്റെ ജ്യേഷ്ഠനും അവരുടെ കുടുംബമാണ്. അപ്പോൾ ഈ ജ്യേഷ്ഠൻ്റെ ഭാര്യ, അതുപോലെ തന്നെ ചെറിയൊരു മോന് 11 വയസ്സുള്ളൊരു മോന്, 9-11 വയസ്സാണ് വയസ്സുള്ളൊരു മോന്, അവരൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഇവരുടെ ഉപ്പ ഉമ്മ ഇവരൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. മാതാപിതാക്കളുടെ വേർപാട് ഈ കുഞ്ഞറിഞ്ഞിട്ടില്ല. ബന്ധുക്കളുടെ സംരക്ഷണയിലാണ് ഇപ്പോൾ സിദ്റത്തുൽ മുൻതഹ. ഉരുൾപൊട്ടൽ ദുരന്തം അനാഥമാക്കിയത് ബാല്യങ്ങളെ കൂടിയായിരുന്നു. സിദ്റത്തുൽ മുൻതഹ. അച്ഛനും അമ്മയെ നഷ്ടപ്പെട്ട ഈ 5 വയസ്സുകാരിയെ തേടി കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ വഴിയിലൂടെ വന്നിരുന്നു. ദുരന്തം സംഭവിച്ച് 1 വർഷമാകാറാവുമ്പോൾ വീണ്ടും അവളെ തേടി ഞങ്ങൾ ഈ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. എത്രയിലാണ് പഠിക്കുന്നേ? 1-ലാ? എവിടെയാ? എന്തൊക്കെ പഠിച്ചു ഇതുവരെ? എന്തൊക്കെ പഠിച്ചു? പാട്ട് പഠിച്ചില്ലേ? പാട്ട് പഠിച്ചില്ലേ? ആണോ? ഒരു വർഷം കഴിയുകയാണ്, ആകുകയാണ്. ജൂലൈ 31. മോളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അടുത്താണ് ഇപ്പോൾ മോളുള്ളത്. വളരെ നല്ല രീതിയിൽ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. ചെറിയ പ്രയാസങ്ങളൊക്കെ പറയലുണ്ട്, മാതാപിതാക്കളെക്കുറിച്ച് ചെറിയ ഇതിലൊക്കെ ചോദിക്കലുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ നോർമലാണ് ആൾ, വളരെ സന്തോഷവതിയാണ്. സ്കൂളിലൊക്കെ പോകുന്നുണ്ട്? സ്കൂളിൽ പോകുന്നുണ്ട്. മേപ്പാടി WM ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 1ാം ക്ലാസ്സിൽ ഇപ്പം ചേർത്തിട്ടുണ്ട്. കളിയുണ്ട്, ഇപ്പോൾ കുഴപ്പമില്ല, നന്നായി പോകുന്നുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സ്ഥിതിയായി പോയല്ലോ. അതെ, തീരെ പ്രതീക്ഷിക്കാത്ത. അന്ന് നടക്കുന്നതിൻ്റെ ജൂലൈ 30 രാത്രി ഞങ്ങളവരായിട്ടൊക്കെ വിളിച്ച് സംസാരിച്ചതായിരുന്നു. അപ്പോൾ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുന്ന സമയങ്ങളിൽ അവർ ഫാമിലി അടക്കം ഒന്നായിട്ട് ഇവിടെ തന്നെ താമസം 2 മാസത്തോളമൊക്കെ ഇവിടെ നിന്ന് താമസിച്ച് പോയി. അപ്പം അന്ന് അവർ നിന്ന സ്ഥലത്ത് നിന്ന് പുഞ്ചിരിമട്ടം നിന്ന് താഴത്തേക്ക് മാറിയതാണ്. അവർ ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു മരുമകൻ്റെ ഇതിൽ. അപ്പം അങ്ങോട്ട് എല്ലാവരും കൂടെ മാറിയതാണ്. അവർക്കാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഞാൻ 10 സെൻറ്റ് ഭൂമി മോളുടെ പേരിലേക്ക് ചേഞ്ചാക്കി അഷ്ടദാനമായിട്ട് എഴുതിയിട്ട് അതിൽ ഒരു വീട് അവർ വെച്ചിരുന്നുണ്ട്. ഒരു 90% തീർന്നു വർക്ക്. അപ്പോൾ ഈ 31-ാം തീയതിൻ്റെ ഉള്ളിൽ കയറി കൂടാനുള്ള സംവിധാനമാണ്. തേപ്പിൻ്റെ പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള മറ്റുള്ള വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ചേട്ടൻ സ്ഥലം കൊടുത്തു? ഞാൻ സ്ഥലം കൊടുത്താണ്. 10 സെൻറ്റ് വീട് കുഞ്ഞിൻ്റെ പേരിലാണ്? കുഞ്ഞിൻ്റെ പേരിൽ. സിദ്റത്തുൽ മുൻതഹ കുഞ്ഞു വീടായത്? കുഞ്ഞു വീടാണ്. ഇനി നിങ്ങളുടെ സംരക്ഷണയിലായിരിക്കും? അതെ അതെ, തീർച്ചയായും. സ്വന്തം വീടും? അതെ. ഈ കരുതലിനെ എങ്ങനെ വാക്കുകൾ നമുക്ക് പറയാൻ പറ്റില്ല. എന്താ ഇപ്പോൾ പറയാന്നുള്ളത് അറിഞ്ഞൂടാ. പക്ഷെ ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നു ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ 95% കിട്ടിയിട്ടുണ്ട്. ഈ വീട്ടിലിനി ഞാനും വൈഫും കുട്ടി. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഇവിടുന്ന് മടങ്ങുന്നത്. 6 വയസ്സുകാരിക്ക് സ്വന്തമായിട്ടൊരു വീടായി, സ്വന്തമായിട്ടൊരു വിലാസമായി. അവർക്ക് അച്ഛനും അമ്മയായിട്ട് അബ്ദുൽ അസീസും ഭാര്യയും.
ഒരു വർഷത്തിന് ശേഷം ഇവിടുന്ന് മടങ്ങുന്നത് വളരെ സംതൃപ്തിയോടെയാണ്. കാരണം അനാഥത്വം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, പക്ഷേ കരുതലായിട്ട് എന്തൊരു തുണയായിട്ട് ആ കുഞ്ഞിൻ്റെ കൂടെ ഇവരുണ്ടാകും. ക്യാമറാമാൻ ശരത്തം പാട്ടുകാവനും വിനീഷുമൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.